എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മലയാളികളും തുളസിച്ചെടി നടാത്തവരെ ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും വീടുകളിൽ ഒരു തുളസിച്ചെടിയെങ്കിലും ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഐക്യത്തിനും സന്തോഷത്തിനും തുളസിച്ചെടി സഹായിക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. വീട്ടിൽ തുളസിച്ചെടി നടുന്നത് വളരെ നല്ലതാണ്. വീടുകളിൽ 1, 3, 5 പോലെയുള്ള ഒറ്റസംഖ്യയിൽ വരുന്ന എണ്ണം തുളസി നട്ടു വളർത്താവുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് തുളസി നടാൻ ഏറ്റവും നല്ലത്. തുളസി നടാനായി ഏറ്റവും നല്ല സ്ഥലം കിഴക്കാണ്. വടക്ക് കിഴക്ക് ദിശയിലും തുളസി നടാം. തുളസി ചെടിയുടെ അടുത്ത് മുള്ളുപോലെയുള്ള കുറ്റിച്ചെടികളോ കള്ളിച്ചെടികളോ വളർത്താതിരിക്കുന്നതാവും നല്ലത്. പൂവുകൾ ഉണ്ടാകുന്ന ചെടികളാണ് തുളസിച്ചെടിക്ക് ചുറ്റും വളർത്തേണ്ടത്. ഉണങ്ങിയ തുളസിച്ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും. തുളസിച്ചെടി എപ്പോഴും വീടിൻ്റെ അടിത്തറയ്ക്ക് മുകളിലായിരിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ തുളസിച്ചെടി വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്നു. വീട്ടിൽ നട്ടുവളർത്തുന്ന തുളസിച്ചെടിക്ക് ആ വീട്ടിലെ താമസക്കാരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകാൻ കഴിയും. ഏത് തരത്തിലുള്ള രോഗത്തെയും നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കാൻ കഴിയും. പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും നിങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യും. വാസ്തുദിശയനുസരിച്ച് വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശ അഗ്നിയുടെ ദിശയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ തുളസി നടുന്നത് നല്ലതല്ല. തുളസി നിലത്ത് നടുന്നത് അത്ര നല്ലതല്ല. ചെടിച്ചട്ടിയിൽ നടുന്നതാണ് നല്ലത്. കിഴക്ക് വടക്ക് ഭാഗമാണ് തുളസിച്ചെടി നടാൻ ഏറ്റവും നല്ലത്. വീടിൻ്റെ യഥാർത്ഥ അടിത്തറയേക്കാൾ വളരെ ഉയർന്ന സ്ഥലത്ത് തുളസിച്ചെടി വീട്ടിൽ നടാവുന്നതാണ്. കാരണം വാസ്തു നിയമങ്ങൾക്കനുസരിച്ച് അത് നല്ലതാണ്. തുളസിച്ചെടിയെക്കുറിച്ച് പലരും ഈ കഥ കേട്ടിട്ടുണ്ടാകും. എന്നാലും ഞാൻ പറയുകയാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നായ ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ ഒരു തുലാഭാരം നടത്തി. അവിടെ ഒരു വ്യക്തിയെ ധാന്യങ്ങൾ, നാണയങ്ങൾ, പച്ചക്കറികൾ, സ്വർണം മുതലായവയിൽ തുലാഭാരം തൂക്കി. അതിനാൽ അവിടെയാണ് ഒരാൾ ബാലൻസിങ് സ്കെയിലിൻ്റെ ഒരു പാത്രത്തിൽ ഇരുന്ന് സത്യഭാമയുടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഇടുന്നത്. ബാലൻസ് എതിർദിശയിൽ. ഈ ചടങ്ങിനിടയിൽ ഈ ആഭരണങ്ങളുടെ ഭാരം കൃഷ്ണനെ മറികടക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ രണ്ടാമത്തെ രാജ്ഞിയായ രുക്മിണിയുടെ അരികിലുള്ള ഒരൊറ്റ തുളസിയിലയിൽ തുലാസ് ചെരിഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ പോലും തുളസിയെ തന്നേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നു എന്ന് ഈ കഥയിലൂടെ തെളിയുന്നു. തൽഫലമായി കൃഷ്ണൻ തുളസിച്ചെടിക്ക് വലിയ ബഹുമാനവും ആധിപത്യവും നൽകി. തുളസിച്ചെടി വീടുകളിൽ വളർത്തിയാൽ കൊതുകുകളെയും മറ്റു ചെറു പ്രാണികളെയും വീട്ടിനകത്തേക്ക് വരാതെ തടയാൻ സഹായിക്കും. ഞായറാഴ്ചകളിൽ തുളസിച്ചെടിയുടെ ഇല പറിച്ചെടുക്കുന്നത് ദോഷകരമാണ്. തുളസിച്ചെടിക്ക് ചുറ്റും പൂച്ചെടികൾ നട്ടു വളർത്താവുന്നതാണ്. മുള്ളുകളുള്ള കുറ്റിക്കാടുകൾക്കോ കള്ളിച്ചെടി പോലെയുള്ള ചെടികൾക്കോ ഇടയിൽ തുളസിച്ചെടി നടുന്നത് ഒഴിവാക്കുക. തുളസി ഇല കഴിക്കുന്നത് ആരോഗ്യപരമായി നല്ലതാണ്. രാവിലെ 2-3 തുളസിയിലകൾ കഴിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധ തടയുകയും ചെയ്യും. തുളസി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കരുതപ്പെടുന്നു. തുളസിയെ ആരാധിക്കുന്നത് ധാർമ്മിക ജീവിതം നയിക്കാനും സന്തോഷകരമായ കുടുംബം നയിക്കാനും നിങ്ങളെ സഹായിക്കും. തുളസി ഇലകളിൽ മഹാവിഷ്ണു അതീവ സന്തുഷ്ടനാണ്. അതുകൊണ്ട് ഉണങ്ങിയ ചെടിയുടെ തണ്ട് തുളസിമാലയായും ജപമാലയായും ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. വിവിധ അണുബാധകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റിവൈറൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തുളസിക്കുണ്ട്. തുളസിയില ഇല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ എല്ലാ യാഗങ്ങളും അപൂർണമാണെന്നാണ് പലരും കരുതുന്നത്. വടക്ക് കിഴക്ക് ദിശകളിൽ വീടുകളിൽ ഒരു തുളസിച്ചെടി നട്ടു വളർത്തുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും നമസ്കാരം.